ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഒരു ചർച്ചാ വിഷയമാണ്, വിശേഷിച്ച് കിഫ്ബി വഴി പണിത റോഡുകളുടെ കാര്യത്തിൽ ടോൾ പിരിക്കാൻ തത്വത്തിലെടുത്തിട്ടുള്ള തീരുമാനം പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല എങ്കിലും അത് ഇപ്പോൾ നേരത്തെ കമ്പൽഷൻസിൻ്റെ കാര്യം പറഞ്ഞു, ഇപ്പോൾ തന്നെ വലിയ തോതിലുള്ള പ്രൊട്ടസ്റ്റ് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ റോഡുകൾ മോണിറ്റൈസ് ചെയ്യാവുന്നതാണെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ സർക്കാരിന് അതിലുള്ള നിശ്ചയദാർഢ്യം ഉണ്ടാവും. സർക്കാർ അതിൻ്റെ ഫൈനൽ തീരുമാനം എടുത്തിട്ടില്ലെന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞത്. എന്നാൽ കിഫ്ബി റവന്യൂ ജനറേറ്റിംഗ് മോഡലിൽ പ്രവർത്തിക്കേണ്ട ഒരു സ്ഥാപനമാണ്. എല്ലാ പ്രവർത്തനങ്ങളും റവന്യൂ ജനറേറ്റിംഗ് ആവണമെന്നില്ല. അതായത് സ്കൂൾ പണിയുന്നു, അവിടെ റവന്യൂ ജനറേറ്റിംഗ് ആവാൻ പറ്റില്ല, പൊതുവായ പല കാര്യങ്ങളും വരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഈ കേരളത്തിൽ മുഴുവൻ വലിയ കൺസ്ട്രക്ഷനാണ് നടക്കുന്നത്. നാഷണൽ ഹൈവേ നടക്കുന്നതിനകത്ത് ഇനിയിപ്പം ടോൾ അവരുടെ വരും. അപ്പോൾ അങ്ങനെ വരുമ്പം ഇത് എല്ലാ സ്ഥലത്തും നടക്കുന്ന കാര്യമാണ്. ഇവിടെ പക്ഷേ ടോൾ തീരുമാനിച്ചിട്ടില്ല. എങ്ങനെയാണ് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ ഓരോ മേഖലയിലും പറ്റുക എന്നുള്ളതിനുള്ള പഠനം പോലും നടത്തണ്ട എന്നുള്ള സ്ഥിതിയിലാണ് വാർത്ത വരുന്നത്. അതിന് പഠനം നടത്തും. എൻ്റെ അഭിപ്രായം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് നാഷണൽ ഹൈവേ ചെയ്തിട്ട് അതിൻ്റെ കോൺട്രാക്റ്റും പണവും എല്ലാം കൊണ്ടുപോവുകയും ടോൾ പിരിക്കുകയും ചെയ്യുന്നതിന് മറ്റുള്ളവർക്ക് പറ്റും. നമ്മുടെ നാട്ടിലെ കമ്പനികൾ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടുത്തെ നാഷണൽ ഹൈവേ അവർക്ക് തന്നെ ചെയ്യാമായിരുന്നല്ലോ. അതുപോലും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ചർച്ചകളിലും ചിന്തകളിലും മാറ്റം വരണം. ഇത് കിഫ്ബി എന്ന് പറയുന്ന പ്രസ്ഥാനം ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് എങ്ങനെയാണ് റവന്യൂ ഉണ്ടാക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിനെന്താ തെറ്റ്? കിഫ്ബി അത് തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളത് പറഞ്ഞത് ശരിയാണ്. അല്ല, കിഫ്ബിക്ക് ഒരു റവന്യൂ മോഡൽ ഉണ്ടെങ്കിൽ ഇപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റിയെ പോലെ വായ്പ എടുക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് വരില്ലേ? ഈ പറഞ്ഞ അതാണ് പ്രധാന പ്രശ്നം. RBM ആക്ടിന്റെ പരിധിക്ക് അപ്പുറത്ത് നിൽക്കുമല്ലോ. അപ്പോൾ കിഫ്ബിക്ക് ഒരു റവന്യൂ മോഡൽ വേണ്ടതാണ്. അത് 100% ഉറപ്പാണ്. റവന്യൂ മോഡൽ വേണ്ടതാണ്. അത് കുറച്ചുകൂടി ശക്തമാക്കണം. ഇപ്പോൾ തന്നെ ചിലതുണ്ട്. അതായത് ടെക്നോ പാർക്കിന്, ഇലക്ട്രിസിറ്റി ബോർഡിനൊക്കെ ചില കാര്യങ്ങൾ കൊടുക്കുന്നതിന്, അല്ലെങ്കിൽ IT മേഖലയ്ക്ക് അതിൽ നിന്ന് റിട്ടേൺ വരത്തക്ക വിധത്തിലുള്ള മോഡലിലാണ് കൊടുക്കുന്നത്. പക്ഷേ മഹാഭൂരിപക്ഷം ഇപ്പോൾ 35,000 കോടിയോളം രൂപയുടെ സ്പെൻഡിങ് നടത്തിയിട്ടുണ്ട് കിഫ്ബി. അതിനകത്ത് 10,000 കോടിയോളം വരുന്നത് കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്താണ്. 20,000-ലധികം കോടി ചിലവാക്കിയത് ഈ സമയത്ത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോറോയിങ്ങിനകത്തേക്ക് പോകുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമുക്ക് ബാക്കി കാര്യങ്ങൾക്ക് എടുക്കേണ്ട പണം അതിലേക്ക് പോകും. ആ പണം മോണിറ്റൈസ് ചെയ്തില്ലെങ്കിൽ, അതിനകത്ത് കുറെ വരുമാനം ഉണ്ടായില്ലെങ്കിൽ എങ്ങനെ പോകാൻ പറ്റുക? അപ്പൊ പൊതുവായ ഒറിജിനൽ കൺസെപ്റ്റിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നു ഇപ്പോ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ആദ്യം കിഫ്ബി വഴി ഒറിജിനലി അതിനകത്ത് റവന്യൂ വേണമെന്നുണ്ട്. അല്ല, അതായത് അന്ന് ധനമന്ത്രിയായിരുന്ന TM തോമസ് ഐസക് 2019 നിയമസഭയിൽ പ്രഖ്യാപിച്ചത് കിഫ്ബി വഴിയുള്ള പദ്ധതികൾക്ക് യാതൊരു യൂസർ ഫീയും ഈടാക്കില്ല എന്നുള്ളതാണല്ലോ. ഇപ്പോൾ ഈ പറഞ്ഞ മോട്ടോർ വാഹന നികുതി, അതുപോലെ തന്നെ സെസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ബജറ്ററി അലോക്കേഷനും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം, ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. അപ്പോഴാണ് ഈ ഹർഡിൽസ് ഒക്കെ വന്നത്. അപ്പോൾ ശരിക്കും അതിനൊരു റവന്യൂ മോഡൽ അന്നേ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ പ്രശ്നം ഉണ്ടാവുമായിരുന്നു. റവന്യൂ മോഡൽ, അതിനകത്ത് റവന്യൂ ജനറേഷൻ ഉണ്ടാക്കണമെന്ന കിഫ്ബിയുടെ നിയമത്തിൽ തന്നെ ഉണ്ട്. പഴയ കൺസെപ്റ്റാണ്. അതുകൊണ്ട് ചിലതിനകത്ത് റവന്യൂ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ സുപ്രീം കോടതി പറഞ്ഞതും കേന്ദ്ര ഗവൺമെൻറ് കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞതും ഞങ്ങൾക്ക് റവന്യൂ ജനറേഷനാണ്, ഞങ്ങളിത് അടയ്ക്കും, അല്ലാതെ ഞങ്ങൾ മുഴുവനും സർക്കാർ എന്നും കൊടുത്ത് തീർക്കേണ്ടി വരുന്നൊരു കാര്യമല്ല. സർക്കാരിൽ നിന്ന് മൊത്തം കൊടുക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വേറെ ലോൺ എടുക്കാൻ എന്താ അവകാശം എന്നാണല്ലോ അവരുടെ ചോദ്യം. നമ്മളത് പറഞ്ഞതാണ്. ഇതൊരു പുതിയ കാര്യമല്ല. ആ കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ അത് പ്രായോഗികമായി നടപ്പിലാക്കുന്നതിന്, എല്ലായിടത്തും നടപ്പാക്കി വരുന്നതിന് താമസം വന്നു. അത് അഭിലാഷ് പറഞ്ഞതുപോലെ നേരത്തെ അങ്ങനെ കൃത്യമായി ഒന്നുകൂടെ പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും കൺഫ്യൂഷൻ വരില്ലായിരുന്നു എന്നുള്ളത് കറക്റ്റാണ്. പക്ഷേ ഈ റവന്യൂ ജനറേറ്റ് ചെയ്യണമെന്നുള്ള കാര്യം ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നതിന് ആവശ്യമാണെന്നുള്ളത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതൊക്കെ നടപ്പാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. കാരണം വലിയ സമരം വരും. ഞാൻ ആവർത്തിച്ച് പറയുന്ന ഇലക്ഷൻ വരികയാണ്. അപ്പോൾ ടോൾ പിരിക്കുന്ന ചുങ്കപ്പാതയാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്നത് എന്നൊക്കെയുള്ള ക്യാമ്പയിൻ വരുമ്പോൾ ഘടകകക്ഷികളുടെ പ്രഷർ വരും. അപ്പോൾ ഈ യൂസർ ഫീകൾ വർദ്ധിപ്പിക്കുന്നതാവട്ടെ, റോഡിന് യൂസർ ഫീ ഏർപ്പാടാക്കുന്നതാവട്ടെ, ഇത്തരത്തിൽ റവന്യൂ കൂട്ടാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റുമെന്ന് ധനമന്ത്രിക്ക് തോന്നുന്നുണ്ടോ? ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് അങ്ങനെ തന്നെയാണ് ഈ ഗവൺമെൻറ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. എന്തായാലും നടക്കില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നടത്താൻ പറ്റിയല്ലോ. ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് നടത്താൻ പറ്റും. കാരണം നാഷണൽ ഹൈവേയുടെ ഡെവലപ്മെൻറ്റ് നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, മലപ്പുറത്തൊക്കെ ചില സ്ഥലങ്ങളിൽ, കണ്ണൂർ ഉൾപ്പെടെ ചില സ്ഥലങ്ങളിൽ നാഷണൽ ഹൈവേ ഡെവലപ്മെൻറ്റിനെതിരായിട്ട് അതിശക്തമായ സമരമായിരുന്നു. നാഷണൽ ഹൈവേയുടെ സ്ഥലം എടുക്കുന്നതിനെതിരാണ്. പക്ഷേ ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ സ്ഥലം എടുത്തതിനകത്ത് സന്തോഷമാണ്. കൂടുതൽ സ്ഥലം എടുക്കണം. കാരണം നല്ല വില കൊടുത്ത് തന്നെ എടുത്തത്, കോമ്പൻസേഷൻ കൊടുക്കുന്നുണ്ട്. അത്രയും വലിയ കോമ്പൻസേഷൻ കൊടുത്തെടുത്ത് ആ കോമ്പൻസേഷൻ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് 25% ഓഫ് ദ ടോട്ടൽ ലാൻഡ് അക്വിസിഷൻ കോസ്റ്റ് NHAയ്ക്ക് നമ്മൾ കൊടുക്കേണ്ടി വന്നു. 6,000 കോടി. ഈ കിഫ്ബി മാത്രമല്ല, 6,000 കോടി നമ്മളാണ് അടച്ചത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നൊരു ഗവൺമെൻറ്റാണ്. അതുകൊണ്ട്
ഈ നടന്ന കാര്യങ്ങളുടെ ഒരു വിജയം കണ്ട് ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടും. ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുക എന്നല്ലാതെ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഒരു ഗവൺമെന്റ് ഇല്ല. അതൊരു വൺ ലൈനർ പറയാമോ? ഈ പാതയിൽ ടോൾ പിരിക്കുന്ന കാര്യത്തിൽ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തൊരു തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞാൽ ആ തീരുമാനവുമായി മുന്നോട്ട് പോകുമെന്നാണോ അല്ലെന്നാണോ? ഞാൻ അതിനകത്ത് ഇപ്പോൾ ഇത് സംബന്ധിച്ച് കുറേ വാർത്തകൾ വന്നല്ലോ. LDF കൺവീനർ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞങ്ങളത് സംബന്ധിച്ച് ഈ കിഫ്ബി ചില പരിശോധനകൾ നടത്തുന്നുണ്ട്, അതിനപ്പുറത്തേക്ക് തീരുമാനം എടുക്കേണ്ടത് കളക്റ്റീവായിട്ടാണ്.